ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രുതി കുറെ അധികം കഷ്ടപ്പാടിനൊടുവിലാണെങ്കിലും സച്ചിയുടെ ഫോൺ അങ്ങ് കൈക്കലാക്കുന്നുണ്ട്. അതിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ശ്രുതി കൈക്കലാക്കുന്നുണ്ട്. പക്ഷേ സച്ചി ആണെങ്കിൽ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിറ്റേ ദിവസം സച്ചി പോക്കറ്റിൽ ഫോൺ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഫോൺ കാണുന്നില്ല. അന്നേരം സച്ചി ആകെ ഞെട്ടിപ്പോയി. തന്റെ ഫോൺ ഇത് എവിടെയായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു അത്. വീടെല്ലാം മരിച്ചു പെറുക്കി നോക്കിയിട്ടും ഫോൺ അവിടെ എങ്ങും കണ്ടില്ല. അന്നേരം രേവതി പറയുന്നുണ്ട്, ഇന്നലെ ചിലപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ ആ ഹോട്ടലിലെങ്ങാനും പോയിട്ടുണ്ടായിരിക്കും. അവിടെ ചിലപ്പോൾ എല്ലാവർക്കും നല്ല പൂസായിരുന്നില്ലേ, അവിടെ വെച്ച് എല്ലാവരും നല്ല പൂസായിരുന്നില്ലേ, ആ സമയത്ത് എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതായിരിക്കുമെന്ന് പറയും. അങ്ങനെ ഒടുവിൽ സച്ചി ഹോട്ടലിലേക്ക് പോയി നോക്കാൻ തന്നെ തീരുമാനിക്കാണ്. ആ സമയത്തിന്റെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ശ്രുതി നേരെ ആന്റണിയുടെ അടുത്തേക്ക് ചെല്ലാണ്. ആന്റണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതെ, എനിക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സച്ചിയുടെ ഫോണിൽ നിന്ന് ഞാൻ അത് കൈക്കലാക്കിയെന്ന് പറയും. അത് കേട്ടപ്പോൾ ആന്റണി പറയുന്നുണ്ട്, ആ വീഡിയോ ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത് തരാൻ. പക്ഷേ ശ്രുതി അത് കൊടുക്കാനൊന്നും തയ്യാറായില്ല. ശ്രുതി പറയുന്നുണ്ട്, വീഡിയോസ് തരണമെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ആദ്യം നീ ചെയ്യണം. ആ നവീൻ ദാസിനെ നീ ഒന്ന് പിടികൂടണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ ഞാൻ ഒരിക്കലും ഈ വീഡിയോസ് നിനക്ക് തരില്ല എന്ന് കട്ടായം പറയാണ് ശ്രുതി. അത് കേട്ടപ്പോൾ ആന്റണി തന്റെ ഗുണ്ടകളെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു. ഗുണ്ടകളെ വിളിച്ചിട്ട് ചില കാര്യങ്ങളങ്ങ് പറഞ്ഞേൽപ്പിക്കാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുണ്ടകളും നേരെ പോയിട്ട് നവീൻ ദാസിനെ അങ്ങോട്ടേക്ക് പൊക്കി. ഈ സമയത്ത് തന്നെ സച്ചി ഹോട്ടലിൽ പോയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയൊന്നും തന്റെ ഫോണില്ല. അവർ പറഞ്ഞത് വേറെ എവിടെയെങ്കിലും ആയിരിക്കുമെന്നാണ്. അവര് പറഞ്ഞത് വേറെ എവിടെയെങ്കിലും വെച്ച് മിസ്സായിരിക്കുമെന്നാണ്. സച്ചിയുടെ പേടി അതൊന്നുമല്ല. ആ ഫോണിനകത്ത് കുറേ അധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ വീഡിയോസ്. ആ ഫോൺ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വീഡിയോസ് അങ്ങ് ലീക്കാവും. അത് വലിയ പ്രശ്നമാവും. അതായിരുന്നു സച്ചിയുടെ ഏക പേടി. മഹേഷിനോട് സച്ചി ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അന്നേരം മഹേഷും സച്ചിയോടൊപ്പം ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അവിടെ ഫോണില്ല എന്ന് കണ്ടപ്പോൾ മഹേഷ് പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഒരു കംപ്ലൈന്റ് അങ്ങ് കൊടുക്കാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കംപ്ലൈന്റ് കൊടുക്കുന്ന സമയത്തിന് പോലീസുകാരൻ ചോദിച്ചു എത്ര രൂപയുടെ ഫോണാണ് എന്നൊക്കെ. 10,000 രൂപയുടെ ഫോണായിരുന്നു എന്ന് സച്ചി മറുപടി നൽകി. വെറും 10,000 രൂപയുടെ ഫോണിനാണോ ഇത്രമാത്രം വിഷമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതിനകത്ത് പല വിവരങ്ങളുമുണ്ട് സാറേ. ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. പല നമ്പറുകളും കാര്യങ്ങളൊക്കെ അതിലാണ് ഉള്ളത്. അതുകൊണ്ട് ആ ഫോൺ എനിക്ക് കിട്ടിയേ തീരൂ എന്ന് പറയും. ഓ അങ്ങനെയാണോ, ഞങ്ങളൊന്ന് നോക്കാം, കിട്ടുകയാണെങ്കിൽ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് പോയി. അങ്ങനെ മഹേഷും സച്ചിയും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സച്ചി ഒരു കാര്യം തുറന്നു പറഞ്ഞു. എടാ, ആ വീഡിയോസ് എല്ലാം തന്നെ അതിനകത്തുണ്ട്. ശരത്തിന്റെ വീഡിയോ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം തീർന്നു. മഹേഷ് പറയുന്നുണ്ട്, നീ പേടിക്കേണ്ടടാ, ധൈര്യമായിട്ടിരിക്ക്, നമുക്ക് നോക്കാമെന്ന് പറയും. അന്നേരം ഗുണ്ടകളെല്ലാം ചേർന്ന് നവീൻദാസിനെ പിടിച്ചുകൊണ്ട് നേരെ ആന്റണിയുടെ മുന്നിൽ അങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. ആ സമയത്തിന് ശ്രുതിയും മീരയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ വേറൊരു മുറിയിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. കണ്ണൊക്കെ കെട്ടിയ നിലയിൽ നവീൻദാസ് ചോദിക്കുന്നുണ്ട്, എന്നെ ആരാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ്. എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ആരാണെന്നൊക്കെ ചോദിച്ച് അലമുറയിട്ട് പറഞ്ഞു. അന്നേരം ആന്റണി പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് കുറച്ച് കാര്യമുണ്ടടാ, നിനക്ക് മര്യാദക്ക് നടക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചിട്ട് കുറെ അധികം ഇടിയൊക്കെ അങ്ങ് കൊടുക്കും. ഒടുവിൽ അവനെ ഇരുട്ടുമുറിയിലേക്ക് കൊണ്ടുപോയി തള്ളി. ആ സമയത്തിന്റെ ശ്രുതിയും മീരയും കൂടി അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നത് അവനെ എന്ത് ചെയ്തു എന്ന്. മീര പറയുന്നുണ്ട്, അവന്റെ കയ്യും കാലും അങ്ങ് തള്ളി ഒടിക്കണം, അവൻ എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റില്ല. അതിനൊക്കെ സമയമുണ്ട്. 2-3 ദിവസം അവൻ ആ ഇരുട്ടുമുറിയിൽ കിടക്കട്ടെ. അവൻ ആരാണ് കൊണ്ടുവന്നതെന്ന് പോലും അവനിപ്പോൾ അറിയാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നടത്താമെന്ന് ആന്റണി പറഞ്ഞു. ഇനി വീഡിയോ ഇങ്ങോട്ടേക്ക് തരാൻ പറഞ്ഞപ്പോൾ ശ്രുതി അത് അയച്ചു കൊടുക്കാണ്. ആന്റണിക്ക് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷായി. ഇത് വെച്ചൊരു കളി കളിക്കാമെന്ന് തന്നെ അവൻ ഉറപ്പിച്ചു. ഇതേ സമയം സച്ചി വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് രേവതിയോട് പറയുന്നുണ്ട്, ഹോട്ടലിലൊന്നും തന്റെ ഫോണ് കണ്ടെത്താൻ പറ്റിയില്ല എന്ന്. ചന്ദ്രമതിയും രവീന്ദ്രനും കൂടി അങ്ങോട്ടേക്ക് വന്നു. നീ ഇവിടേക്ക് ശരിക്കും നോക്കിയോ എന്ന് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ നോക്കിയതാണ് അച്ഛാ എന്ന് സച്ചി പറയും. ചന്ദ്രമതിക്കാണെങ്കിൽ കിട്ടിയ അവസരത്തിന് സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്കിത് അപ്പോഴേ അറിയാമായിരുന്നു. അടിച്ച് ഫിറ്റായി നില തെറ്റിപ്പോകുമ്പോൾ ഓർക്കണമായിരുന്നു. ഇങ്ങനെ ലെവലില്ലാതെ നടന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഫോണൊക്കെ പോയി എന്നിരിക്കും. എടാ, കുറച്ചൊക്കെ ഒരു ഉളുപ്പ് വേണം. എന്നും 4 കാലിലല്ലേ വരുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിന് ചന്ദ്രമതി സച്ചിയെ വല്ലാതെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാടാ നിന്റെ ഫോണ് പോയത് എന്നൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് നല്ലങ്ങ് ദേഷ്യം വന്നു. ഈ സമയത്തിന്റെ രേവതിയുടെ ഫോണിലേക്ക് മഹേഷ് വിളിക്കാണ്. സച്ചിയോട് വരാൻ പറ, ഒരു ഓട്ടമുണ്ട് എന്ന് പറയും. സച്ചിയുടെ ഒരു സ്ഥിരം കസ്റ്റമർ സച്ചിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ മഹേഷിനെയാണ് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ സച്ചി രേവതിയോട് പറയുന്നത്, ഞാനൊരു ഓട്ടം പോവാണ് എന്ന്. ലോങ് ട്രിപ്പാണ്, നാളെ തിരിച്ചു വരൂ എന്ന് പറയും. രേവതിക്ക് വല്ലാതെ വിഷമമായിരുന്നു. കാരണം സച്ചിയുടെ കയ്യിൽ ഫോണ് പോലുമില്ല. സച്ചി പറയുന്നുണ്ട്, അതൊന്നും ഓർത്തിട്ട് നീ പേടിക്കണ്ട എന്ന് പറയും. രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ നീ എന്റെ ഫോൺ എടുത്തോളാൻ പറയും. വേണ്ട അച്ഛാ എന്ന് പറഞ്ഞ് സച്ചി പോയി. ഞാൻ ചെല്ലുന്നിടത്ത് നിന്ന് ആരുടെയും ഫോൺ വാങ്ങിച്ചിട്ട് നിങ്ങളെ വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ സച്ചി അവിടെ നിന്നും പോകുന്നത്. പിന്നീട് രേവതി വീട്ടിൽ വന്ന് സച്ചിയുടെ ഫോണ് പോയ കാര്യം പറയും. ഇത് കേട്ടപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എങ്കിൽ സച്ചിയേട്ടനൊരു പുതിയ ഫോൺ വാങ്ങിച്ചു കൊടുത്തൂടെ എന്ന്.
സച്ചേട്ടൻ വരുമ്പോഴേക്കും നമുക്ക് ഫോൺ വാങ്ങിക്കണമെന്ന് രേവതി പറയും. നീയും കൂടി എന്റെ കൂടെ വരാമോ എന്ന് ശരത്തിനോട് ചോദിച്ചു. അങ്ങനെ രേവതിയും ശരത്തും കൂടിയിട്ട് പുതിയൊരു ഫോൺ വാങ്ങാനായി കടയിലേക്ക് പോയി. ഇതേ സമയത്ത് തന്നെ ശരത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലേക്കൊക്കെ ലീക്കായിരുന്നു. ആന്റണി ആയിരിക്കും അതൊക്കെ ലീക്കാക്കിയിരിക്കുന്നത്. ചന്ദ്രമതിയുടെ ബാഗ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെ ഓടി വരുന്ന ആ ഒരു വീഡിയോ ആണത്. അതിൽ ആന്റണിയുടെ മുഖം അത്ര വ്യക്തമല്ല എങ്കിലും ശരത്തിന് കൃത്യമായി തന്നെ തിരിച്ചറിയാമായിരുന്നു. അങ്ങനെ ശരത്ത് നാടാകെ ഫേമസ് ആവുകയാണ്. ശ്രുതി ഈ ഒരു കാഴ്ച കണ്ട് മീരക്കും കാണിച്ചു കൊടുത്തു. മീര പറയുന്നുണ്ട്, നീ കാണിക്കുന്നത് അല്പം കഷ്ടമാണല്ലോ ശ്രുതി, ഇങ്ങനെയൊന്നും വേണ്ടായിരുന്നു എന്ന് പറയും. ഇതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോ പ്രശ്നം ഉണ്ടാവട്ടെ, അതിനു വേണ്ടിയിട്ട് തന്നെയാണല്ലോ താൻ ഇത് ചെയ്തത് എന്നാണ് ശ്രുതി പറയുന്നത്. ഇത് ചന്ദ്രമതിയെ കൂടി അറിയിക്കണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ശ്രുതി നേരെ സുധിയുടെ കടയിലേക്ക് അങ്ങ് ചെന്നു. സുധിയോട് പറയുന്നുണ്ട്, ശരത് ഇങ്ങനെയുള്ള ഒരാളാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ആ ഒരു വീഡിയോ അവൾ കാണിച്ചു കൊടുത്തു. ഇവൻ അമ്മയുടെ ബാഗ് തട്ടിത്തെറിപ്പിച്ചവനല്ലേ എന്ന് ചോദിച്ചു. സുധിയും കൂടി അമ്മക്കിതറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. എങ്കിൽ നമുക്ക് അമ്മയെ കാണിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും നേരെ വീട്ടിലേക്ക് തിരിച്ചു. ഇതേ സമയത്ത് രേവതിയോ ശരത്തോ ഇതൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. അവർ പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് രേവതി പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞു. ശരത്ത് പുറമെ നമുക്കൊരു സിം കൂടി വാങ്ങിക്കണമെന്ന് പറയും. ചേച്ചി വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ സിം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ശരത്ത് അവിടെ തന്നെ നിന്നു. രേവതി വീട്ടിലേക്ക് പോയി. ശ്രുതിയും സുധിയും കൂടെ വീട്ടിലേക്കെത്തി. ശ്രുതിയും കൂടി വീട്ടിലേക്ക് എത്തിയിട്ട് ചന്ദ്രമതിയെ ആ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ ചന്ദ്രമതിയുടെ സമനില തെറ്റുന്നത് പോലെ അത്രമാത്രം അങ്ങ് ദേഷ്യം വന്നു. അമ്മയുടെ പണം അടിച്ചു മാറ്റിയതേ ഇവനാണ് എന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. ഓഹോ, എന്നിട്ട് ഇവൻ ഇത്രയും കാലം എന്റെ മുന്നിൽ നല്ലവനായി ചമഞ്ഞു നടക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് ദേഷ്യപ്പെട്ടു. ഇവനെയും ഇവന്റെ കുടുംബത്തെയും വെറുതെ വിട്ടിട്ടൊന്നും കാര്യമില്ല, ഇത്രയും കാലം എന്നെ പറ്റിക്കുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ വല്ലാതെ കലിപ്പിലായിരുന്നു. സുധിയും കൂടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ മോഷണം ഇവരുടെ കുലത്തൊഴിലാണല്ലോ എന്നൊക്കെ പറയും. ശരത്ത് സിമ്മൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാൻ തുടങ്ങിയപ്പോൾ വഴിയിൽ വെച്ച് ആന്റണിയെ കണ്ടു. വീഡിയോ ലീക്കായ കാര്യം അപ്പോഴേക്കും ശരത്ത് അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ആന്റണി അവനോട് പറഞ്ഞു, എടാ നിന്റെ വീഡിയോ ഒക്കെ ലീക്കായല്ലോ, ഇനി നീ എന്റെ കൂടെ നിന്നാലേ രക്ഷയുള്ളൂ എന്ന് പറയും. ശരത്ത് പറഞ്ഞു, വെറുതെ എന്റെ അടുത്തേക്കൊന്നും വരണ്ട ചേട്ടാ, ഞാൻ നിങ്ങളുടെ ഗ്യാങ്ങിൽ കൂടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. ആന്റണി പറയുന്നുണ്ട്, സച്ചിയാണ് നിനക്ക് ഈ പണി തന്നതെന്ന്. സച്ചിയേട്ടന്റെ ഫോണ് പോയതാണ് എന്ന് ശരത്ത് പറഞ്ഞപ്പോൾ അതൊക്കെ നിന്നെ പറ്റിക്കാനാണ് എന്നും സച്ചി നിനക്ക് പണി തരികയാണെന്നും ആന്റണി കള്ളം പറഞ്ഞു. പക്ഷേ ശരത്തിന് നല്ല വിഷമവും സങ്കടവുമായിരുന്നു. അവൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. ആന്റണിക്ക് നല്ല ദേഷ്യം വന്നു. ശരത്ത് അത് മൈൻഡ് ചെയ്യാതെ വീട്ടിലേക്ക് പോയി. ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി തന്നെ രേവതിയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ശരത്തും അങ്ങോട്ടേക്ക് എത്തി. രേവതിയെ ആ ഒരു സിം കാർഡ് ഏൽപ്പിച്ച് മുറിയിലേക്ക് പോയി. ചന്ദ്രമതി കലി തുള്ളി വന്ന് ചോദിക്കുന്നുണ്ട്, അവൻ എവിടെയെന്ന്. അന്നേരം രേവതി ചോദിക്കുന്നുണ്ട്, എന്താമ്മേ എന്താ കാര്യമെന്ന് ചോദിക്കും. ചന്ദ്രമതി നേരെ ശരത്തിന്റെ മുറിയിലേക്ക് ചെന്നിട്ട് അവനങ്ങ് പിടിച്ചു വലിച്ചിറക്കി അടിക്കാൻ തുടങ്ങി. ലക്ഷ്മിയമ്മയും ദേവും ഒന്നും മനസ്സിലായില്ല. അവൻ തടയാൻ നോക്കി. ചന്ദ്രമതി പറഞ്ഞു, ഇവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലേന്ന്. രേവതി പറയുന്നുണ്ട്, എന്റെ അനുജനെ ഇനി ഒരിക്കലും തല്ലി പോവരുത്, തല്ലിയാ നീ എന്തു ചെയ്യുമടി എന്ന് ചോദിച്ചു അവർ വീണ്ടും അങ്ങ് അടിച്ചു. ചന്ദ്രമതിയുടെ കയ്യങ്ങ് തടഞ്ഞു നിർത്തിക്കൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട്, എന്റെ അനുജനെ തല്ലിയാൽ ഞാൻ നോക്കി നിൽക്കില്ല, കാര്യം എന്താന്ന് വെച്ചാൽ പറയാന്ന് രേവതി ചോദിച്ചപ്പോൾ ശ്രുതിയുടെ ഫോണിലെ ആ ഒരു വീഡിയോസ് അങ്ങ് കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ രേവതിയും ലക്ഷ്മിയമ്മയും എല്ലാവരും ആകെ ഞെട്ടിപ്പോയി. നിങ്ങൾ കള്ള കൂട്ടങ്ങളാണെന്നും നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും പറഞ്ഞ് ചന്ദ്രമതി ശരത്തിനെ വലിച്ചഴിച്ചു കൊണ്ടുപോവാൻ നോക്കി. നീ അകത്ത് കിടക്കേണ്ടവനാടാ എന്ന് പറഞ്ഞ് അവർ വിട്ടില്ല. രേവതിയും മറ്റും തടയാൻ നോക്കിയെങ്കിലും അതൊന്നും നടന്നില്ല. അപ്പോഴേക്കും വീടിന്റെ ഉടമസ്ഥൻ അങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കരുത്, ഇത് എന്റെ വീടാണെന്നും പറഞ്ഞ് ചന്ദ്രമതിയോട് അങ്ങ് ചൂടായി. ചന്ദ്രമതി ഇറങ്ങിപ്പോയെങ്കിലും അത് ഞാൻ വെറുതെ വിടില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് പോകുന്നത്. ശരത്ത് വല്ലാതെ തകർന്നു പോയി. അവൻ രേവതിയുടെ കാലിൽ വീണു പറഞ്ഞു, ചേച്ചി എനിക്കൊരു തെറ്റുപറ്റി പോയി. രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് നിനക്കറിയോ എന്ന്. അപ്പോഴാണ് ശരത്ത് ആ ഒരു സത്യം പറയുന്നത്. സച്ചിയേട്ടൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ അറിഞ്ഞിരുന്നു. സച്ചിയേട്ടന്റെ ഫോണിൽ ആ വീഡിയോസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അത് ലീക്കായത് എന്ന് തോന്നുന്നു എന്നും പറയാണ്. സച്ചിയേട്ടൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് അവൻ പറഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയും രേവതിയും ആകെ ഞെട്ടിപ്പോയി. തന്റെ കൈ സച്ചിയേട്ടൻ ഒടിച്ചത് അതുകൊണ്ടാണെന്ന് അവൻ പറഞ്ഞു. ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, ദൈവമേ, എന്നിട്ട് ആ പാവത്തിനെ എല്ലാവരും കൂടി കുറ്റപ്പെടുത്തിയല്ലോ എന്ന്. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ കൈ ഒടിച്ചപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ? ഇതിനാണോ സച്ചിയേട്ടൻ അത് ചെയ്തത് എന്ന് പറഞ്ഞ് അവർക്കെല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു. എല്ലാവരും ശരത്തിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ഇതേ സമയം ചന്ദ്രമതി വീട്ടിൽ വന്ന് ഭയങ്കര ബഹളമായിരുന്നു. രവീന്ദ്രനോട് പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ കൊണ്ടുവന്ന മരുമോളുടെയും ബന്ധത്തിന്റെയും ഗുണം എന്താണെന്ന്. ചന്ദ്രമതി കുറേയധികം ചീത്ത പറഞ്ഞപ്പോൾ രവീന്ദ്രൻ ഒന്നും മിണ്ടാതിരുന്നു. സച്ചി ഇതൊന്നും അറിയാതെ ഓട്ടം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ ഈ വീഡിയോയുടെ കാര്യം അറിഞ്ഞു. സച്ചിക്കത് സഹിക്കാനായില്ല. സച്ചി പറയുന്നുണ്ട്, എനിക്ക് രേവതിയുടെ അടുത്തേക്ക് പോകണം, അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറയും. ചന്ദ്രമതി പറയുന്നുണ്ട്, അവൾ ഇനി ഈ വീട്ടിലേക്ക് കാല് കുത്തിക്കില്ല എന്ന്. സച്ചി വെല്ലുവിളിച്ചു, എന്റെ ഭാര്യയാണെങ്കിൽ അവൾ ഞാൻ ഈ വീട്ടിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ സച്ചി അവിടെ നിന്നു പോയി. ചന്ദ്രമതി ആണെങ്കിൽ കട്ട കലിപ്പിലായിരിക്കും.
പോലീസ് ഈ വീഡിയോ കണ്ട് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ശരത്തിനെ പിടിക്കാനായി പോലീസുകാരെ വീട്ടിലേക്കെത്തി. ശരത്താണെങ്കിൽ പോലീസിനെ പിടികൊടുക്കാതെ ടെറസിന് മുകളിൽ പോയി ഒളിച്ചു. പോലീസ് അന്വേഷിക്കുമ്പോൾ സച്ചി അങ്ങോട്ടേക്ക് വന്നു. സാറേ, ഇത് കുടുംബ പ്രശ്നമാണെന്നും അവൻ പണം തിരിച്ചു കൊടുത്തതാണെന്നും സച്ചി പറയുന്നുണ്ട്. പക്ഷേ പോലീസുകാര് പറയുന്നുണ്ട് വീഡിയോ കണ്ട സ്ഥിതിക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന്. ശരത്തിനെ കസ്റ്റഡിയിൽ എടുക്കണമെന്നും അവർ നിർബന്ധം പിടിച്ചു. ശരത്ത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് പോലീസുകാരെ സച്ചി അവിടെ നിന്നും പറഞ്ഞു വിട്ടു. രേവതിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. സച്ചിയും രേവതിയും കൂടി ടെറസിന്റെ മുകളിലേക്ക് ചെന്നു. ശരത്ത് ടെറസിന്റെ അറ്റത്ത് നിൽക്കുകയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് അവൻ വിളിച്ചു പറഞ്ഞു. താഴെ ഇറങ്ങാൻ സച്ചി പറഞ്ഞിട്ടും അവൻ അതൊന്നും തന്നെ കേട്ടില്ല. പോലീസുകാർ തന്നെ പിടിച്ചോണ്ടു പോകുമെന്നും നാണം കെട്ട് ജീവിക്കാൻ വയ്യ എന്നും അവൻ പറയുന്നുണ്ട്. സച്ചി അവന്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, അടുത്തേക്ക് വന്നാൽ താൻ ഇപ്പൊ തന്നെ ചാടി ചാവുമെന്ന്. സച്ചി അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇത്ര ചെറിയൊരു കാര്യത്തിന് നീ എങ്ങാനും ചാടി ചാവാൻ നോക്കിക്കഴിഞ്ഞാൽ നിന്റെ എല്ലൊടിയും. നേരത്തെ കൈയൊടിഞ്ഞപ്പോൾ തന്നെ നിനക്ക് വേദന സഹിക്കാൻ പറ്റിയിരുന്നില്ലല്ലോ എന്ന് സച്ചി ചോദിക്കാണ്. സംസാരിച്ച് സച്ചി അവന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവനെ അങ്ങ് പിടിച്ചു മാറ്റി. സച്ചി ഇടപെട്ടത് കൊണ്ട് തന്നെ അവന്റെ ജീവൻ രക്ഷിക്കാനും പറ്റി. അങ്ങനെ എല്ലാവരും കൂടെ കരയുകയായിരുന്നു. ശരത്തിനോട് സച്ചി പറഞ്ഞു, ഡാ നീ പേടിക്കണ്ടടാ, ഞാൻ നിന്റെ കൂടെയുണ്ട്. സച്ചിയും രേവതിയും ശരത്തിനെയും കൂട്ടിച്ച് അവിടെ നിന്നും ഇറങ്ങി. ഈ ഒരു കേസിൽ നിന്നും സച്ചി തന്നെയായിരിക്കും ശരത്തിനെ രക്ഷിക്കുന്നത്. ശരത്തിനെ എങ്ങനെയാണ് സച്ചി രക്ഷിക്കുന്നത് എന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇനി ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.